അങ്ങനെയാണെങ്കിൽ UDF കാലത്ത് എത്രയോ നിരപരാധികളെ പോലീസ് ലോക്കപ്പിൽ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. അതിലൊക്കെ എത്രയോ കുറവായിട്ടുള്ള ഇൻസിഡൻസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അന്ന് കാണിക്കാത്തൊരാവേശം ഇപ്പോൾ എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് പുതിയൊരു ചർച്ചയിലേക്ക് വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമെന്ന് മാത്രമായിട്ട് നമ്മളിനെ കണ്ടാൽ മതി. അവിടെ തുടങ്ങിയല്ലോ. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു തെറ്റ് കാണിച്ച ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും. അത് സംബന്ധിച്ച് പരാതികൾ വന്നിട്ടുണ്ട്. വന്ന പരാതികൾ പരിശോധിച്ച് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നടപടികളിലേക്ക് പോയിട്ടുമുണ്ട്. തുടർന്നും ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. ആ നടപടിക്രമമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കാര്യം നടന്നത്. പിന്നെ ഇപ്പോൾ എന്തിനാണ് വലിയ തരത്തിൽ കേരളത്തിലെ ചില പത്രമാധ്യമങ്ങൾ ഊതി പെരുപ്പിക്കുന്നതിൻ്റെ പിന്നാമ്പുറം ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ UDF കാലത്ത് എത്രയോ നിരപരാധികളെ പോലീസ് ലോക്കപ്പിൽ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. അതിലൊക്കെ എത്രയോ കുറവായിട്ടുള്ള ഇൻസിഡൻസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം അന്ന് കാണിക്കാത്തൊരാവേശം ഇപ്പോൾ എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് പുതിയൊരു ചർച്ചയിലേക്ക് വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമെന്ന് മാത്രമായിട്ട് നമ്മളിനെ കണ്ടാൽ മതി. ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകത്തില്ല. തെറ്റാര് ചെയ്താലും കടുത്ത കർശനമായ നടപടികളാണ് ഗവൺമെൻറ്. ഈ ഹേമ കമ്മിറ്റിയിലെ പവർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി മന്ത്രി ഇരകളെ അവഹേളിച്ചു എന്നാണ് വലിയൊരു ആരോപണം ഉയർന്നേക്കുന്നത്. അത് ആരോപണമൊന്നും എന്നെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല. ആരോ ഒരാൾ ഇന്നലെ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, അതെ, സാന്ദ്ര ഞാൻ പറഞ്ഞത് മൊത്തം കേട്ട് കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതകൾ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ നൽകിയ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞു. കേരളത്തിലെ വനിതകൾ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയും ഞാൻ കാണുന്നില്ല. അത് അവർ അല്ല, അത് അവർ വായിച്ചു നോക്കിയിട്ട് എന്തിനുണ്ടെ പറഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ കാണും. കണ്ടതിന് ശേഷം പറയുക. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പോലീസ് വലിയ സേവനം ചെയ്യുന്ന പോലീസാണ്. നമ്മുടെ പോലീസ് ഒത്തിരി കേസുകൾ കണ്ട് കൈകാര്യം ചെയ്ത് പിടിക്കുന്ന പോലീസാണ്. മികച്ച ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാണ്. UDFൻ്റെ കാലത്ത് ഇല്ലെന്നല്ല, UDFൻ്റെ കാലത്ത് ഒരുപാട് കേസുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അന്നൊന്നും കാണിക്കാത്തൊരാവേശം ചില മാധ്യമങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ചിലരെക്കെതിരായി വന്നിട്ടുള്ള ചില ആക്ഷേപങ്ങളെ അതിലൊരു മറയിടാൻ വേണ്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഗൂഢമാണോ അല്ലയോ എന്നറിയില്ല. കാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തടയിടാൻ മറ്റൊരു അനാവശ്യ ചർച്ച കൊണ്ടിരുന്നു എന്ന് മാത്രമേ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കേസ് അല്ലെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചാൽ അതിനെ ന്യായീകരിക്കേണ്ടത് ഞങ്ങൾക്കില്ല. അതിൻ്റെ മേൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ കേസ് ഏതാണോ അത് വന്നോട്ട്. അത് സംബന്ധിച്ച് തെറ്റ് കാണിച്ചിട്ടുണ്ട്, നടപടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഇതിൽ കാണിക്കുന്ന ആവേശത്തിന് മറ്റ് ചില പരിപ്രേക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം.